3-ാം തീയതി തിരുമല നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മുമ്പിൽ ആദ്യഘട്ട സമാപനം. ഇനി നമുക്ക് കോർപ്പറേഷൻ ഓഫീസിന്റെ മുമ്പിൽ സമരം വേണ്ട. കാരണം ഇനി നമ്മളൊക്കെ ഇവിടെ വീണ്ടും വരുന്നത് നിങ്ങളൊക്കെ കൗൺസിലർമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി മേലിൽ നമുക്കിവിടെ സമരം ചെയ്യേണ്ടി വരില്ല എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ 101 വാർഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യ ദിവസമൊക്കെ ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജാഥയോ എന്നാണ് പലരും ചോദിച്ചത്. സാധാരണ നമ്മുടെ ഏർപ്പാട് ഇങ്ങനെയല്ല. നോമിനേഷന്റെ തലേന്നൊക്കെയൊക്കെ പ്രശ്നമൊക്കെ തീരാറുണ്ട്. ഇത് അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എല്ലാവരും രംഗത്ത് വന്നു. നല്ല രീതിയിൽ പ്രചരണവും 1-ാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ നഗരസഭയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ ഉദ്ഘാടകൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ മേയർ കുറ്റിയും പറിച്ച് കോഴിക്കോട്ടേക്ക് പോവാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു. 24 വയസ്സുള്ള എന്നെ കൗൺസിലറാക്കിയത് മേയറാക്കിയത് എന്റെ പാർട്ടിയാണ്. എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നത്? 24 വയസ്സുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ വോട്ട് വെട്ടിക്കാൻ നീക്കം ചെയ്യാൻ എന്തിനാണ് ഈ രാത്രി ഏർപ്പാടുകൾ? മത്സരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കാം. അതല്ലാതെ എതിരാളികളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടല്ല ശൗര്യം കാണിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനും വോട്ട് ചെയ്തു, അസംബ്ലി ഇലക്ഷനും വോട്ട് ചെയ്തു. കോർപ്പറേഷൻ വന്നപ്പോൾ മാത്രം വോട്ട് ചലഞ്ച് ചെയ്യാം. അത് എപ്പോഴാണ് ചലഞ്ച് ചെയ്യുന്നത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം. ഇങ്ങനെ ഒരു നാണം കെട്ടാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടുണ്ടോ? ലോക കമ്മ്യൂണിസത്തിന്റെ അവശിഷ്ടം എന്നാണ് വെപ്പ്. പക്ഷേ മുതലാളിത്തത്തിന്റെ അവശിഷ്ടമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. വികസനം പറയുമ്പോൾ ഒറ്റ കാര്യമാണ്. നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിലെ മരണത്തിനെ കുറിച്ച്. ഈ നഗരസഭയ്ക്കകത്തല്ലേ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, ശിവകുമാർ ആരോഗ്യമന്ത്രിയും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ഞാൻ MLA ആയിരുന്നപ്പോ 2ാമത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ച് UDF സർക്കാരിന്റെ കാലത്ത്. ഇവിടെ ചില സഖാക്കൾ പറഞ്ഞ പോലെ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് അല്ല, ഏത് വിവരദോഷി പ്രസംഗിക്കുന്നതാണ്. മെഡിക്കൽ കൌൺസിൽ വന്ന് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് ആകൂ. അങ്ങനെ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്ത മെഡിക്കൽ കൌൺസിൽ 100 സീറ്റ് സാങ്ഷൻ ആക്കിയതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മെഡിക്കൽ കോളേജ് എന്തിനില്ലാതാക്കി? ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിനെങ്കിലും നന്നായിട്ട് രോഗികളെ നോക്കാൻ അവസരം ഉണ്ടാവുമായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഓരോ ദിവസം നടക്കുന്നത്? ഞങ്ങൾ ഈ ജാല ഒരു ദിവസം കരിക്കകത്ത് പുറപ്പെടുമ്പോഴാണ് ശിവപ്രിയ എന്ന വീട്ടമ്മ പ്രസവത്തിൽ ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോകും. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതിന്റെ പേരിൽ ആ പാവം ഇൻഫെക്ഷൻ വന്ന് മരിച്ചു. ഞങ്ങൾ 48 മണിക്കൂർ മാത്രം പ്രായമുള്ള അവരുടെ കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോ എന്റെ അച്ഛനെവിടെയും എന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാൻ കഴിയും വീട്ടുകാർക്ക്? അതിന്റെ ഉത്തരവാദി ആരാ? ഈ സർക്കാരും ഈ ഭരണസമിതിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ മാറ്റുന്നതിന്റെ ആദ്യ ഘട്ടമാണ് ഈ നഗരസഭയിൽ ഉണ്ടാവുന്ന മാറ്റം. മാത്രമല്ല സംസ്ഥാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വർണം വെക്കുമ്പോ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ അതാണ് വരും. ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുമെന്ന് പറഞ്ഞ പോലെ സ്വർണം കക്കുന്നവർക്ക് പറ്റിയ കൂട്ടു തന്നെയാണ് ഈ നഗരസഭയിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന് പറയും. പിന്നെ ഈ കൌൺസിലൊരു മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഒരു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ. 1-ാം വാർഡിലെ കൌൺസിലർ, കഴക്കൂട്ടം കൌൺസിലർക്ക് ഇവിടെ ഡെയിലി വേജസിനാ ജോലി കൊടുത്തു. നിലവിൽ കൌൺസിലറാണ്. ആ കൌൺസിലർക്ക് ഇവിടെ ഡെയിലി വേജസിന് ജോലി കൊടുത്ത ഭരണകൂടം. അപ്പൊ ഇനി ആർക്കും തൊഴിൽ കൊടുത്തില്ല നാളെ പരാതി പറയരുത്. കൌൺസിലർക്ക് തന്നെ ജോലി കൊടുത്തു. ഇങ്ങനെ നാടൻ ഭാഷയിൽ ഇങ്ങനെ നാറിയ ഭരണം ഉണ്ടായി.